കൂട്ടുകാരി. ഓക്കെ, അതിനെന്താ കൂട്ടുകാരി. ആ ശരി. അപ്പൊ അഷ്ടമൂർത്തി അല്ലേ? അഷ്ടമൂർത്തിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സിനിമ നടന്റെ പേര് പറയാൻ പറഞ്ഞു. ഇന്നസെന്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല ക്ലാസ് കൊടുത്തേ. സാധാരണ പെട്ടെന്നുള്ള ആൾക്കാരെ പറയും എന്താണ് ഇന്നസെന്റിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം? കോമഡി. ആ വെരി ഗുഡ് കേട്ടോ. അദ്ദേഹം മരണപ്പെട്ടെങ്കിലും ന്യൂജൻ പിള്ളേരൊക്കെ ഇന്നസെന്റ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇന്നസെന്റ് അല്ലെ? എല്ലാവർക്കും ഇഷ്ടമാണ്. ഓക്കെ, എന്തായാലും വെരി ഗുഡ് കേട്ടോ. അപ്പോൾ സൂപ്പർ കേട്ടോ, സൂപ്പർ സെലക്ഷൻ. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഈ മാജിക് തീരുന്നത് വരെ നിനക്ക് ഇഷ്ടപ്പെട്ട ഇന്നസെന്റ് ഞാനാണെന്ന് വിചാരിക്കണം. ആ ഓക്കെ, വേണ്ട, അവനൊരു ജാലിയത്. ഞാൻ ഇന്നസെന്റ് ആവുന്നതിൽ ഒരു ജാലിയത്. അപ്പൊ ഏതോ ഒരു ആക്ടറായിട്ട്, ഏതോ ഒരു നടനായിട്ട് സങ്കല്പിച്ചാൽ മതി. സിനിമയിലോ സീരിയലിലോ. ആ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയായിട്ട് ഒരു ചോദ്യത്തിന് ഉത്തരം വളരെ പെട്ടെന്ന് കൈയുയർത്തുക എന്നുള്ളതാണ്. ഓക്കെ, റെഡിയാണോ? ചോദ്യം ചോദിക്കട്ടെ. എല്ലാ ദിവസവും വൈകുന്നേരം സീരിയൽ കാണുന്ന ഒരു കൈയുയർത്തിക്കുക. സീരിയൽ എത്രയല്ല പഠിക്കുന്നത്? 3ാം ക്ലാസ്. 2ാം. ടീച്ചർമാർ നോക്കിക്കോളണം കേട്ടോ ഇവരെയൊക്കെ. ഞാൻ അച്ഛനും അമ്മമാരോടാണ് ചോദിച്ചത്, കൈതാത്തിട്ടോ. അവര് ഈ ജോലിയെ കഴിഞ്ഞിട്ട് വൈകിട്ട് ഒരല്പ സീരിയൽ കാണുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾ എന്തിനാ കാണുന്നത്? സിനിമയോ പാട്ടോ ഇടയ്ക്കൊക്കെ കാണാം. സീരിയലൊക്കെ അച്ഛനമ്മമാർക്കും ഉള്ളതാ. നിങ്ങൾ കുറച്ച് വലുതാണ് കേട്ടോ. ശരി, പോട്ടെ. ഈ സിനിമയും സീരിയലൊക്കെ കാണുമ്പോ അതിന്റെ ഗ്യാപ്പിൽ എന്താ കാണിക്കുന്നേ? പരസ്യം. ആ പരസ്യം കണ്ടിട്ടാണ് നമ്മൾ സോപ്പ്, ചിപ്പ്, കണ്ണാടി, ഉടുപ്പ്, നിക്കറ്, സകലമാന സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കുന്നത് അല്ലേ? ആണോ അല്ലയോ? ടിവിയിൽ കാണും, റേഡിയോയിൽ കേൾക്കും, മൊബൈലിൽ കാണും, ബോർഡിൽ കാണും, ഫ്ലെക്സിൽ കാണും, ആരെങ്കിലും പറയും. അങ്ങനെയാണോ സാധനങ്ങൾ വാങ്ങുന്നത്? പരസ്യം കണ്ടിട്ടാണ്. അപ്പോ ഈ ഒരു ജാലവിദ്യക്ക് വേണ്ടി ഒരല്പ സമയത്തേക്ക് ഞാൻ ഏതോ സീരിയലിലോ പരസ്യത്തിലോ സിനിമയിലോ അഭിനയിക്കുന്ന ഒരു നടനായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, ഞാൻ ആരാണ്? ആക്ടർ, നടൻ. ഒരല്പസമയം മതി. വിചാരിച്ചോ? ഞാൻ സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അന്ന് പറയില്ല. ഓക്കെ, അപ്പൊ ഒരു നടൻ. ഇദ്ദേഹം ആരാണെന്ന് അറിയാമോ? ഈ പരസ്യങ്ങളൊക്കെ കണ്ട് സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കുന്ന ഉപഭോക്താവ്, കസ്റ്റമർ. ആരാണ്? കസ്റ്റമർ അല്ലെങ്കിൽ ഉപഭോക്താവ്. ഓക്കെ ആണോ? ഞാനാരാ? നടൻ. ഇതാരാണ്? കസ്റ്റമർ, ആക്ടർ, കസ്റ്റമർ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇദ്ദേഹം ചെയ്യണം. കോപ്പി ചെയ്ത് മിമിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇദ്ദേഹം നന്നായി ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൈയടിക്കണം. റെഡിയാണോ? എനിക്ക് ഫസ്റ്റ് ക്ലാസ് കൊടുത്തോളൂ. നമ്മളൊരു പരസ്യത്തിൽ അഭിനയിക്കാൻ പോവുകയാണ്. ഇതാരാണ്? കസ്റ്റമർ. പിടിച്ചോളൂ. ഓക്കെ, ഞാൻ ചെയ്യുന്നത് അതുപോലെ ചെയ്യുക, ഞാൻ പറയുന്നത് അതുപോലെ ചെയ്യാം. ആരും റെഡി? ഓക്കെ, ഇന്ന് നിർത്തി കാണിച്ചോ. അവിടെ ഒരു ഓഡിയൻസ് നോക്കും. ഇത് ഞാൻ ചെയ്താണ്. ചെയ്തോ? ആ ഇല്ല. 1 2 3. പറഞ്ഞത് ചെയ്തു, പക്ഷെ ഡയലോഗ് പറഞ്ഞില്ല. പറഞ്ഞോ? ഇല്ല. ഡയലോഗ് പറയണം, ചെയ്യുന്ന ആക്ഷനും വേണം. 1 2. ശ്രദ്ധിച്ച് ചെയ്യണേ. 1 2 3. 1 2 3. Once again. 1 2 3. 1 2 3. ഇല്ല, ഒന്നുകൂടെ. 1 2 3. നല്ല ക്ലാസ് കൊടുക്കാം. 1 2 3. ഇനി ചെയ്യേണ്ടത് ഈ മുകൾ ഭാഗം എല്ലാം ഇങ്ങനെ ഉയർത്തി കാണിക്കുക. മുകളിലേക്ക് ഉയർത്തി വെച്ചോളൂ. അങ്ങനെയല്ല. റെഡിയാണല്ലോ? ഞാനാരാ? ഇതാരാണ്? ശരി, ഇനി ചെയ്യേണ്ടത് ഈ മുകൾ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യണം. കട്ട് ചെയ്തോ. ഇനി 8ാം ക്ലാസ്സിലാണ്, ഹൈസ്കൂളിലാണ്. അവിടെ കൈ കൊണ്ട് കട്ട് ചെയ്തോ. ഞാൻ മുറിഞ്ഞു വീണ തലഭാഗം ഇതുപോലെ ഓഡിയൻസിനെ ഇങ്ങനെ കാണിച്ച് ഇതിന്റെ അകത്ത് ഇങ്ങനെ വെച്ച് നന്നായിട്ടൊന്ന് പുഷ് ചെയ്ത് അകത്തിരിക്കുന്ന ഒന്നും കാണുന്നത് അകത്ത് വെച്ചേക്കാൻ. ഇനി പോക്കറ്റിൽ കൈയിട്ടിട്ട്
മാജിക് സോൾട്ട് എടുക്കുക, ഇതിലേക്ക് ഇടുക. എന്തുവായിട്ട് ഇതര സാധനമല്ല, മാജിക് സോൾട്ട്. മജീഷ്യൻസിന്റെ കയ്യിലുള്ള സാധനം മാജിക് സോൾട്ട്, മാജിക് ഉപ്പ്. ഇദ്ദേഹം മജീഷ്യൻ ആണോ? ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ സോൾട്ട്? എന്റെ കയ്യിലല്ലേ ഉള്ളൂ. ഇതേ സംഗതിയാണ് പരസ്യത്തിലും സിനിമയിലും കാണുന്നത്. സംവിധായകൻ പറയുന്നത് കേട്ടിട്ട് നിർമ്മാതാവിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി നടൻ അഭിനയിച്ച് കാണിക്കും, ആണല്ലോ. ഇപ്പോ ലഹരി പദാർത്ഥങ്ങൾക്ക് പകരം കട്ടൻ ചായക്ക് പകരം മദ്യത്തിന് പകരം കട്ടൻ ചായ ആയിരിക്കും, ആണ് സ്റ്റണ്ട് ക്യാമറ ട്രിക്ക് ആയിരിക്കും. അതേ സമയത്ത് ഇത് കണ്ടിട്ട് അതുപോലെ ചെയ്യുന്ന ലഹരി പദാർത്ഥങ്ങൾ മേടിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. പരസ്യത്തിൽ കാണുന്ന മോശം ശീലങ്ങൾ അനുകരിക്കുന്ന ആൾക്കാരുണ്ട്, ഉണ്ടോ ഇല്ലയോ? ആസ് എ ആക്ടർ നിർമ്മാതാവിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടുവന്ന് വീട്ടിലുള്ളവരുമായി കുടുംബവും നന്നായിട്ട് ജീവിക്കും. അദ്ദേഹത്തിന്റെ കുടുംബത്ത് ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. ആസ് എ കസ്റ്റമർ ജീവിതം വലിയൊരു ഓട്ടം വിശാൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ. നല്ലൊരു ക്ലാസ് കൊടുത്തേ. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ജീവിതം, ഒരാളുടെ ജീവിതം വലിയൊരു ഓട്ട വീണപ്പോ അത് കണ്ടിട്ട് കുറെ ആൾക്കാർ ചിരിച്ച് കൈയടിച്ചു. ഇതാണ് നമ്മുടെ സമൂഹം. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടേ? പരസ്യങ്ങൾ അനുകരിക്കാൻ പാടില്ല, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ ഉത്തരവാദിത്വം നമ്മൾ എല്ലാവരും ഏറ്റെടുക്കണം. തയ്യാറാണോ? ഇതിനെ ശരിയാക്കാനുള്ള, ഇതിനെ അടയ്ക്കാനുള്ള, ഇത്തരം മോശം ശീലങ്ങൾ ഒഴിവാക്കാനുള്ള ദൗത്യം നമ്മൾ എല്ലാവരും ഏറ്റെടുക്കാൻ പോകുന്ന. ആർ യു റെഡി? ഓൾ ഓഫ് യു റെഡി? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഹോള് വീണ ഈ കർച്ചീഫ് ഇങ്ങനെ മടക്കിയിട്ട് ഇതുകൊണ്ടാവും കൈയും കാലൊക്കെ ഇങ്ങനെ വെച്ചു അടച്ചു വെച്ചു. ഞാൻ വിളിക്കുമ്പോ വരണം. അതുവരെ നമുക്കൊരു മാജിക് ചെയ്യാം. അവിടെ പോയിരുന്നു നമുക്ക് നല്ല ക്ലാപ്പ് കൊടുക്കും പ്ലീസ്. അറിവേണ്ടിയോ? അറിവ് എങ്ങനെ ഉണ്ടാക്കും? നല്ല അറിവ് എങ്ങനെ കിട്ടും? എല്ലാം പത്രം വായിക്കണം, പുസ്തകം വായിക്കണം, പാഠപുസ്തകം വായിക്കണം, ലൈബ്രറി പുസ്തകം വായിക്കണം. ഓക്കെ ആണോ? നല്ല അറിവ് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ശരിയായിട്ടുണ്ട്. ഒന്ന് നിവർത്തിക്ക്. എനിക്കറിയാം ഇപ്പൊ ശരിയായിട്ടുണ്ട്. അതേ, അത് പറ്റില്ല. തലയാട്ടിയാൽ മാത്രം ശരിയാവില്ല കേട്ടോ. നമ്മളത് ചെയ്യുമെന്നുള്ള ഉറപ്പ് വെച്ചേ. എല്ലാവരും തലയാട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ചെയ്യുമെന്ന് അവർ മനസ്സുകൊണ്ട് തീരുമാനിച്ചില്ലേ? പിടിച്ചേ. നിങ്ങൾ ചെയ്യോടെ? വായിക്കാൻ തയ്യാറാണോ? ഈ പ്രശ്നം പരിഹരിക്കാൻ റെഡിയാണോ? ഒരുമിച്ച് നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു മാജിക് ചെയ്യാം. പ്ലീസ് വാ. എന്റെ കയ്യില് ഇവിടെ ഒരു തുണിസഞ്ചി ഉണ്ട്, ഒരു കറുത്ത തുണിസഞ്ചി ഉണ്ട്. ഇതിലേക്ക് ഇട്ടാ മോനെ. ആ കീറിയ തുണി ഇതിലേക്ക് ഇട്ടോ. എല്ലാവരും ഒന്ന് കൈവരെത്തിക്കുക. ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച്, പൊക്കി പിടിച്ച്, ചുരുട്ടിപ്പിടിച്ച്. എല്ലാവരും, കുട്ടികൾ മാത്രമല്ല, അച്ഛനും അമ്മമാരും എല്ലാവരും വേണം. അപ്പന്മാരും അമ്മമാരും എല്ലാവരും, ടീച്ചർമാരും എല്ലാവരും നീട്ടി പിടിച്ചേ. ഞാൻ പറയുന്ന കാര്യം ഉറക്കെ പറയണം. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ നല്ല അറിവുകൾ സ്വന്തമാക്കി ലോക നന്മയ്ക്ക് വേണ്ടി പ്രയത്നിക്കും. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. കൊള്ളാം കേട്ടോ. ഇനി ശരിയായോ നോക്കട്ടെ. ഓപ്പൺ ചെയ്ത് നോക്കുക മോനെ. എന്തെങ്കിലും മാറ്റം ഉണ്ടായോ നോക്കിയാ മടക്കി വെച്ചത് നോക്ക്. ഓപ്പൺ ചെയ്ത് നോക്കൂ പ്ലീസ്. യെസ്, വെരി ഗുഡ്. നല്ല വെരി ഗുഡ്. അപ്പൊ നമ്മളൊരു പ്രതിജ്ഞ കൊണ്ട് തന്നെ ഇവിടെ ഒരു വലിയ ജാലവിദ്യ നടന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം പാലിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോ ഓക്കെ, ടീച്ചറിന്റെ പേര് ആതിര, അമ്മയുടെ പേര് അൻസി. യെസ്, രണ്ടുപേർക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് അറിയാമോ? അപ്പം എല്ലാവരും രക്ഷാകർത്താക്കളെ ശ്രദ്ധിക്കുക, ടീച്ചേഴ്സൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ഇവരെ വെച്ചിട്ട് ഒരു ഗെയിമിലേക്ക് പോയാ. എന്ത് ഗെയിമാണെന്ന് അറിയാമോ? എല്ലാവർക്കും ഇഷ്ടമുള്ള ഗെയിമാണ് ക്രിക്കറ്റ് കളി. എന്താണ് ക്രിക്കറ്റ് കളി? അറിയാമോ? ടീച്ചറിന് അറിയാലോ, കുറച്ചൊക്കെ അറിയാം അല്ലേ? ഓക്കെ, ശരി. അപ്പൊ ക്രിക്കറ്റ് കളിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്താ വേണ്ടേ? ബാറ്റും ബോളും അല്ലേ? ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടേ. ഇതാണ് മാജിക്കൽ ക്രിക്കറ്റ് കളിക്കുന്നതിന് വേണ്ടിയുള്ള സാധനം. എന്താ ഇത്? ഷീറ്റ് അല്ലേ? കാർഡ്സ്. എന്റെ ഒരു സംശയം ചോദിക്കട്ടെ,
ചീട്ട് വെച്ച് ഗെയിംസ് കളിക്കുന്ന എത്ര പേരുണ്ട്? കൈവർത്തിക്ക്. ഞാൻ അവിടെ അച്ഛനും ചേട്ടന്മാരൊക്കെ ഉണ്ടാകുന്ന നോക്കിയത്. കൈ നോക്കട്ടെ. ചീട്ട് വെച്ച് ഗെയിംസ് ഒന്നും വേണ്ട, ചീട്ട് മാജിക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ചെയ്യേണ്ടത് ടീച്ചർ ഇതൊന്ന് ഷഫിൾ ചെയ്തോളൂ. ഓക്കെ, നമുക്ക് ക്രിക്കറ്റ് കളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മാച്ച് കണ്ടിട്ട് പോകാം. റെഡിയാണോ? റെഡി? ഓക്കെ. ടീച്ചർ ചെയ്യേണ്ടത് ഓരോ കാർഡ് വീതം കൗണ്ട് ചെയ്തതിന്റെ കയ്യിൽ ഇടത് കയ്യിൽ വെക്കുക. ഓരോ കാർഡ് വീതം അവരെ കാണിച്ചിട്ട് 1 2 നിങ്ങൾ കൗണ്ട് ചെയ്യണം കേട്ടോ. അല്ല, അവിടെ കാണിച്ചിട്ട് എന്റെ കയ്യിൽ ഇങ്ങനെ കൗണ്ട് ചെയ്ത് വെക്കാം. 1 2 3 ഓക്കെ. 10 കാർഡ്സ് ആയോ? പിന്നെ ടീച്ചർ ചെയ്യേണ്ടത് ബാക്കി കാർഡുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തോളൂ, പാരന്റിന്റെ കയ്യിൽ കൊടുക്കാം. മനസ്സിലല്ലേ? ഓക്കെ. ബാക്കി കാർഡ്സ് ടീച്ചർ ഇങ്ങനെ ഭദ്രമായിട്ട് 2 കൈ ഇങ്ങനെ ഭദ്രമായിട്ട് പിടിച്ചോളൂ. 2 കൈ ആർക്കും കൊടുക്കരുത്. മാഡം ചെയ്യേണ്ടത് ഓരോ കാർഡ് വീതം പെട്ടെന്ന് കൗണ്ട് ചെയ്ത് എന്റെ കയ്യിൽ 10 കാർഡ് വെച്ചോളൂ. കൗണ്ട് 1 2 3 4 5 6 7 8 9 10. ബാക്കി കാർഡ്സ് അവിടെ ടേബിളിൽ വെച്ചോളൂ. പിടിച്ചോളൂ, കയ്യിൽ പിടിച്ചോളൂ. 2 കൈ ഇങ്ങനെ ചേർത്ത് 2 കൈ ചേർത്ത്. ഇപ്പൊ സംഭവിച്ചത് 10 കാർഡ്സ് ഹിയർ 10 കാർഡ്സ് ഹിയർ. ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയാമോ? ഞാനൊരു മാജിക് ചെയ്തിട്ട് ക്രിക്കറ്റ് കളിയിലേക്ക് പോകും. എന്താ മാജിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് താല്പര്യമില്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇവർക്ക് ക്രിക്കറ്റ് കളി കുറച്ചറിയാന്ന് പറഞ്ഞു. അപ്പൊ നമുക്കത് ക്രിക്കറ്റ് കളിക്കുകയും വേണം, മാജിക് കാണാൻ വേണം. ചെയ്യട്ടെ? അതിനു മുമ്പ് ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മുടെ മാജിക്കില് ഒരു ഭാഗത്തിരിക്കുന്ന വസ്തു മറ്റൊരു ഭാഗത്തേക്ക് പോകുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. പാസേ എഫക്റ്റ് എന്നാ പറയുന്നത്. അതായത് ഇപ്പൊ ടീച്ചറിന്റെ കയ്യിലിരിക്കുന്ന ഒരു കാർഡ് ഈ ഒരു അമ്മയുടെ കയ്യിലേക്ക് പോകുന്ന ഒരു എഫക്റ്റ് കാണിച്ചു തരട്ടെ. അതായത് ഇവിടെ നിന്നും ഒരു കാർഡ് ഇങ്ങനെ ഇവിടേക്ക് വരും. അത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ട് വേണോ കാണാതെ വേണോ? കണ്ടുകൊണ്ട് വേണം എന്നുള്ളൊരു കൈ വർദ്ധിക്കാൻ. യെസ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. കൈതാത്ത. അതായത് ടീച്ചറിന്റെ കയ്യിലിരിക്കുന്ന ഒരു കാർഡ് ഈ അമ്മയുടെ കയ്യിലേക്ക് ഇങ്ങനെ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ട് പോകുന്ന ഒരു മാജിക് ആണ്. പ്ലീസ് വാച്ച് ദ പാസേ എഫക്റ്റ്. ഹിയർ ഇതാണ് കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ട് പോകുന്ന മാജിക്. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും. അവിടെ കാണാതെ പോകുമ്പോഴല്ലേ മാജിക് ആവുന്നത്. ഇതെല്ലാവർക്കും എടുത്തിപ്പുറത്ത് ചെയ്യാൻ പറ്റും. കണ്ണുകൊണ്ട് കാണാതെ പോകണം അല്ലേ? അപ്പൊ നമുക്ക് ചെയ്യാൻ പോകുന്നു. ടീച്ചർ ചെയ്യേണ്ടത് ഒരു കാർഡ് എടുക്കുന്നതായിട്ട് ആക്ഷൻ കൊടുക്കുക. ഇതൊരു ഇൻവിസിബിൾ കാർഡാണ്, നമുക്ക് ആർക്കും കാണാൻ കഴിയില്ല. ടീച്ചർ എന്ത് ചെയ്യണം? ഈ കാർഡ് ത്രോ ചെയ്യണം. ഞാൻ പറയുമ്പോൾ 3 എന്ന് പറയുമ്പോൾ ത്രോ ചെയ്യണം. മാഡം എന്ത് ചെയ്യണം? ആ കാർഡിനെ ക്യാച്ച് ചെയ്ത് വെക്കണം. റെഡിയാണോ? കാർഡ് തറയിൽ പോകരുത്. ഓക്കെ മാം? അപ്പോ നമ്മൾ കൗണ്ട് ചെയ്യാൻ പോകുന്നു. 10 കാർഡ് ഇവിടെ ഉണ്ട്, 10 കാർഡ് ഇവിടെ ഉണ്ട്. ഇതിൽ നിന്ന് ഫസ്റ്റ് കാർഡ് ടീച്ചർ ഇങ്ങനെ എടുത്തു ഉയർത്തിക്കോളൂ. ഫസ്റ്റ് കാർഡ്. ബാക്കി എത്ര ഉണ്ട്? 9. നിങ്ങൾ മിടുക്കരാണല്ലോ, പെട്ടെന്ന് ഉത്തരം പറഞ്ഞല്ലോ. ഓക്കെ, ഫസ്റ്റ്. ഓക്കെ, 3 എന്ന് പറയുമ്പോൾ ത്രോ ചെയ്യാം. റെഡി? 1 2 3. അയ്യോ, തറയെ പോയി. അത് അവിടെ നിന്ന് എടുത്തു വെച്ച്, അവിടെ നിന്ന് എടുത്ത് വെച്ച് ഫസ്റ്റ്. ഇപ്പൊ എത്ര കാർഡ് ഇവിടെ? 11. വെരി ഗുഡ്. ഇപ്പൊ എത്ര കാർഡ് ഇവിടെ ഉണ്ട്? ഒരു കാർഡ് കൂടി ടീച്ചർ ഇങ്ങനെ എടുത്തോളൂ. സെക്കൻഡ് കാർഡ് ത്രൂ ചെയ്ത് പറഞ്ഞാൽ ക്യാച്ച് ഇല്ല. ഞാൻ പറയും 3 പറയുമ്പോ. ഓക്കെ, 3 പറയുമ്പോ ക്യാച്ച് ചെയ്യാൻ വെക്കാം. റെഡി? 1 2 3. വണ്ടർഫുൾ ക്യാച്ച്. നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. വെരി ഗുഡ്. ആദ്യം തറയിൽ വിട്ടെങ്കിൽ ഇപ്പൊ നന്നായിട്ട് ക്യാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. എത്ര കാർഡായി? 12 കാർഡ്സ് അല്ലേ? 12 കാർഡ്. ഇനി കൊടുക്കണോ? ഒരെണ്ണം കൂടെ കൊടുക്കുക. അതുകൊണ്ട് ആ ഉമ്മ പറഞ്ഞു ഒരു കാർഡ് കൂടെ കൊടുക്കുക. ടീച്ചർ ഒരു കാർഡ് കൂടെ എടുത്തിട്ടാ. റെഡി? 1 2 3. വെരി നൈസ്, വെരി നൈസ്. ക്ലാപ്പ് കൊടുക്കേ. Now, how many cards are here? 13. ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഇൻവിസിബിൾ ആയിട്ട് എറിഞ്ഞു കൊടുത്തു. 7 എന്ന് പറയുന്നു, 13 എന്ന് പറയുന്നു. അത് ഉറപ്പിക്കണ്ടേ? അപ്പൊ ടീച്ചർ ഓരോ കാർഡിന്റെ കൗണ്ട് ചെയ്ത് വെച്ചേ. എന്നെ നേരത്തെ കൗണ്ട് ചെയ്ത് വെച്ചാൽ 1 2 3 4 5 6 7
വെരി ഗുഡ്, നല്ല കാർഡ് കൊടുത്തേ. ടീച്ചർ ഇവിടെ നിന്ന് 3 കാർഡ് ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ പാരന്റ് പിടിച്ചോന്ന് അറിയണ്ടേ? കൗണ്ടിങ് 1 2 3 4 5 6 7 8 9 10 11 12 13. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇവർക്ക് രണ്ടും നല്ല ഗംഭീര ക്ലാപ്പ് കൊടുത്തേ. ഒരു ചെറിയ ഗിഫ്റ്റ്. താങ്ക് യു ടീച്ചർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അപ്പൊ രണ്ടുപേർക്ക് നല്ലൊരു ഗംഭീര ക്ലാപ്പ് ഒന്നുകൂടെ കൊടുത്തോളൂ. യെസ്. അപ്പോ എന്റെ കയ്യിൽ എപ്പോഴും അമൂല്യമായി സൂക്ഷിക്കാൻ പറ്റുന്ന ഗാന്ധി കിസ് എന്ന് പറയുന്ന 2 പുസ്തകങ്ങൾ VK ബാലകൃഷ്ണൻ സാറിന്റെ മാതൃഭൂമി പബ്ലിഷ് ചെയ്തിട്ടുള്ള 2 പുസ്തകങ്ങളാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഇതൊക്കെ വായിച്ച് നല്ല അറിവുള്ളവരായി മാറണം കേട്ടോ. അപ്പൊ ടീച്ചർ 2 പേർക്കും ഓരോ പുസ്തകങ്ങൾ കൊടുക്കാമോ? നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. താങ്ക് യു.